ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെളിയിലിരിക്കുകയാണ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻട്രോ പറയാനൊരു എന്താ പറയണമെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നല്ല തണുവുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടുന്ന് വീഡിയോ എടുക്കാം. ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് എൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ബുഷസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഓർത്തു, ഞാൻ ഇവിടെ വന്ന സമയത്താണ് ഇങ്ങനെ ത്രോൾ ഹട്ടലിലാവുന്ന സമയത്താണ് ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ളതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ എങ്കിലും കാണുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. നമ്മൾ ഈ മൂടിയായിട്ടിരിക്കുമ്പോഴേ, എവിടെയെന്ന് വെച്ചാൽ വിൻ്റർ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പകൽ കുറവായിരിക്കും, രാത്രി ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഓഗസ്റ്റിൽ വന്ന് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഫുൾ എന്താ പറയുക, പകൽ കുറവും രാത്രി കൂടുതലും അങ്ങനത്തെ വന്നു. പിന്നെ നമുക്ക് ഇരുട്ടാവുമ്പോൾ നമുക്കിങ്ങനെ മടിയാവും, പിന്നെ മഞ്ഞും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു ഒന്നും കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചൂടാണെന്ന് പറയില്ലേ, നമ്മൾ വേറൊരു രാജ്യത്ത് വരുമ്പോഴാണ് കേട്ടോ അയ്യോ ആ ചൂടിൻ്റെ വില നമ്മൾ മനസ്സിലാവുന്നത്. എനിക്ക് പൊതുവേ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ എ സി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് ചൂട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പം സ്വീഡനിൽ വരാൻ നിൽക്കുന്ന പിള്ളേർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഡൗട്ടാണ്, ചേച്ചി സ്വീഡനിൽ വന്നാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ സ്വീഡനിൽ പെട്ടെന്ന് ജോലി കിട്ടുമോ, കോഴ്സ് എങ്ങനെയുണ്ട്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും കേട്ടോ. അപ്പം അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഒന്ന് ആക്കാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, സ്വീഡൻ്റെ കാര്യത്തിൽ നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു രാജ്യമാണിത്. പഠിക്കാനായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു രാജ്യമാണ്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് 1 ഇയർ കോഴ്സും 2 ഇയേഴ്സിൻ്റെ മാസ്റ്റേഴ്സും ഉണ്ട്. എനിക്ക് ബാച്ചിലേഴ്സിനെ പറ്റിയാണ് അധികം സംസാരിക്കാത്തത്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് കേട്ടോ. മാസ്റ്റേഴ്സ് നമുക്ക് 1 ഇയർ മാസ്റ്റേഴ്സും 2 ഇയർ മാസ്റ്റേഴ്സും ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യുക എന്നുള്ളത്. ചില പ്രോഗ്രാമിന് തന്നെ 1 ഇയർ മാസ്റ്റേഴ്സും 2 ഇയർ മാസ്റ്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചില പിള്ളേർ ഇവിടെ 2 ഇയർ മാസ്റ്റേഴ്സിന് വരും എന്ന് വെച്ചാൽ അവർക്ക് പിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ പ്രോഗ്രാം 1 ഇയർ ഡെലിവറി ഉണ്ടെങ്കിൽ നമുക്കത് 1 ഇയർ മതിയെന്ന് നമ്മളൊരു സ്ട്രോങ് SOP കൊടുത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ടീമിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്ച്വലി നമുക്കത് 1 ഇയർ കോഴ്സാക്കിയിട്ട് മാറ്റി തരും കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് സ്വിച്ച് മീൻസ് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സ്വീഡനിലുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ പ്രോഗ്രാമിന് അൺഫോർച്ചുനേറ്റ്ലി അതില്ലായിരുന്നു. പിന്നെ ഞാനും ഓർത്ത് 2 വർഷത്തേക്കല്ലേ വന്ന് 2 വർഷം എന്നാൽ പഠിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിന് അങ്ങനെ ഓപ്ഷൻ ഇല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുന്നില്ല തോന്നുന്നു, യൂണിവേഴ്സിറ്റി വെസ്റ്റ്. അപ്പോൾ അത് പിന്നെ IELTS കാര്യമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്വീഡനിലേക്ക് വരാൻ 4 ഇയർ ബാച്ചിലേഴ്സ്, ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ്, BTech അങ്ങനത്തെയൊക്കെ ബാച്ചിലേഴ്സ് ഉള്ളവർക്ക് IELTS വേണ്ടിയിരുന്നില്ല ലാസ്റ്റ് ഇയർ വരെ. പക്ഷേ ഈ ഇയർ തൊട്ടിട്ട് കമ്പൽസറി ആക്കിയെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ചില സ്റ്റുഡൻസിന് ഇപ്പോൾ മാർച്ചിൽ ഇവരുടെ റിസൾട്ട് വന്നപ്പം MOE വെച്ചിട്ട്, MOE എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ, കോളേജോ അല്ലെങ്കിൽ സ്കൂളോ ഒന്നും അല്ല. നമ്മൾ പഠിച്ച മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ രണ്ടിൻ്റെ വേണം, രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിടത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലെറ്റർ ഇംഗ്ലീഷിലായിരുന്നു ലെറ്റർ വെച്ചിട്ട് കൊടുത്തിട്ട് ചിലർക്ക് അങ്ങനെ ക്ലിയർ ആയവരുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ലെക്കാണ്. പക്ഷേ IELTS വേണമെന്നാണ് ഇവർ നോർമലി പറയുന്നത്. പിന്നെ വരുന്നത് ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫീസ് ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ കോഴ്സിന് എനിക്ക് ഒരു ഇയർ സെമസ്റ്ററിൽ 65,000 SEK ആണ്. അപ്പം വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 5.5 lakhs വരും നാട്ടിൽ. അങ്ങനെ 2 ഇയേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് 22 lakhs ഫീസ് വരും. ഇതും നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പ് 25% സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ അതിന് എലിജിബിൾ ആവും കേട്ടോ. ഇനി നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഫസ്റ്റ് ഇയർ സെമസ്റ്ററിൽ സ്കോളർഷിപ്പ് കിട്ടില്ല, സെക്കൻഡ് സെമസ്റ്ററിൽ കിട്ടുന്നുള്ളതില്ല. പക്ഷെ നമ്മളെ അറിവിൽ ഞാൻ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചപ്പം ഇല്ല, വൺസ് കിട്ടിയിരുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. എഗെയിൻ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു 3 സെമസ്റ്ററിലും റിമൈനിങ് 3 സെമസ്റ്ററിലും കിട്ടുള്ളൂ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പം അത്രയൊക്കെയാണ്. പിന്നെ അറ്റൻഡൻസ് ഇവിടെ മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് കമ്പൽസറി ക്ലാസ്സസും അതുപോലെ തന്നെ
അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, സെമിനാർസ്, അതുപോലെ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. പ്രൊവൈഡഡ് ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. ചില യൂണിവേഴ്സിറ്റീസ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ അവർക്ക് എന്നും ക്ലാസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് വീട്ടിൽ കാണിച്ചില്ലേ, ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ അവൾ എടുത്ത പ്രോഗ്രാം മൈക്രോബയോളജി റിലേറ്റഡ് ആണ്. അപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളെടുക്കുന്ന പ്രോഗ്രാമിനും നിങ്ങളെടുക്കുന്ന യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവർ കമ്പൽസറി ക്ലാസ് വയ്ക്കുന്നത് കേട്ടോ. ഫോർച്ചുനേറ്റ്ലി എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡെയിലി ഒന്നും ക്ലാസ് ഇല്ല. ഞാനങ്ങനെ ലെക്ചേഴ്സിന് അധികം പോകാറില്ല, ഒന്നിത്തിരി ദൂരമുള്ളതുകൊണ്ട് ഞാൻ കമ്പൽസറി ക്ലാസ്സസിന് മാത്രമേ പോകാറുള്ളൂ. ഞാൻ മന്ത്ലി ഒരു 3 times അല്ലെങ്കിൽ മാക്സിമം ഒരു 4 times ഒക്കെ ഇതുവരെ പോയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ലെക്കാണ്. പിന്നെ അൺലിമിറ്റഡ് പാർട്ട് ടൈം ചെയ്യാം എന്നൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അൺലിമിറ്റഡ് പാർട്ട് ടൈം ചെയ്യാം കേട്ടോ. അൺലിമിറ്റഡ് പാർട്ട് ടൈം ഡിപ്പെൻഡൻസിനും അതുപോലെ സ്റ്റുഡൻസിനും ചെയ്യാമെങ്കിലും ഇവിടെ അതാണ് വലിയൊരു പ്രശ്നം വരുന്നത്. നമുക്ക് ലാംഗ്വേജ് വേണം കുട്ടികളെ, ലാംഗ്വേജ് വേണം. അപ്പോൾ സ്വീഡിഷ് ലാംഗ്വേജ് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം കുറേ ഇൻ്റർവ്യൂ, സത്യം പറഞ്ഞാൽ ഞാനൊരു എത്ര അപ്ലൈ ചെയ്തിരുന്നാലും എനിക്കറിയില്ല. ഒരുപാട് ഈ ജോലിക്കും ഒരുപാട് എന്താ പറയുക ഇൻറ്റേൺഷിപ്സിനും ഒക്കെ അപ്ലൈ ചെയ്തു. എല്ലായിടത്തും റിജക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവൾ പറഞ്ഞു നമ്മളിവിടെ ആർബിറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇത്ര മന്തിനുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ അവർ ജോബാക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ വന്ന സമയത്ത് തന്നെ അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തു. സത്യമായിട്ട് പറയാമല്ലോ, ഇതുവരെ എനിക്ക് ഒരു കോളും വന്നിട്ടില്ല. ഞാൻ അവർ ത്രൂ അപ്ലൈ ചെയ്ത ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാർട്ടാണ്, അങ്ങനെ കിടക്കും. ഇൻ്റർവ്യൂ ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും ആൾക്കാർ പോകുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജോലിക്കാരും. ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും നെഗറ്റീവ് പറയുകയാണെന്ന്. പിന്നെ ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ചോയ്സ് അല്ലേ. നമ്മൾ ഒരു കൺട്രിയിലേക്ക് പോകുന്നതും വരണമൊക്കെ ഒരാൾ പറഞ്ഞാലും നിർത്താനൊന്നും പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനാണെന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേറെ പോലെ ആയിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ ലൈസൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, അതൊക്കെ ഇൻ്റർനാഷണൽ ലൈസൻസ് കേട്ടോ. നമുക്ക് നാട്ടിലെ ലൈസൻസ് ഇവിടെ 1 year നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പിന്നെ അത് എക്സ്റ്റൻഷനും കൊടുക്കാമെന്നാണ് കേട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. വല്ല ഡെലിവറി ജോബ്സൊക്കെ കാറിലൊക്കെ ഡെലിവറി ഉള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെന്താണ്, ഇത്രയൊക്കെയുള്ളത്. എനിക്ക് പറയാനൊന്നും കിട്ടണില്ല. നിങ്ങൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് വരെ എനിക്കറിയില്ല. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എനിക്കറിയാവുന്ന ആൻസർ പറയാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചിറ്റ്ചാറ്റ് പോലെ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു ഈ വീഡിയോ. കാരണം എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ത്രില്ല്. പിന്നെ ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊറിയർ ഞാൻ വീട്ടിലെത്തിയിട്ട് പൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, പ്ലീസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.